ശലോം സഹോദരങ്ങളെ, ശബ്ബാത്ത് ശലോം. എല്ലാവരും ആത്മാവിനാൽ സൗഖ്യമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാലേ ശബ്ബത്ത് എന്നാണ് എന്ന്. വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണ് ശബ്ബത്ത് എന്നും നമ്മളെല്ലാം അത് ആചരിക്കുന്നവരുമാണ്. വചനം പഠിക്കുന്നവന് അല്ലെങ്കിൽ വചനത്തോട് ആർത്തിയുള്ളവർക്ക് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ അറിയിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് നാം ഓരോരുത്തരും. അതിനാൽ തന്നെ ശബ്ബത്ത് ആചരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ പുരോഹിതന്മാർക്ക് തിരിഞ്ഞപ്പോൾ, അവർ അങ്ങനെ പഠിപ്പിച്ചപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് ശബ്ബത്ത് ആചരിക്കണം എന്നാണ് എന്ന് നമുക്ക് തിരിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, അവർ എടുത്ത് പറയുന്ന ചില ദൈവ വചനങ്ങൾ അത് എടുത്തിട്ട് പറഞ്ഞിട്ട് പറയും ഇതിൻ്റെ അർത്ഥം ശബ്ബത്ത് ആചരിക്കേണ്ട എന്നാണ്. പക്ഷെ ആ സെയിം ദൈവവചനം തന്നെ നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് തിരിയുന്നത് അവർക്ക് തിരിയുന്ന പോലെയല്ല. അതാണ് ആ ഡിഫറൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. അതിന് ഉദാഹരണമായിട്ട് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:16 എപ്പോഴും എല്ലാ പുരോഹിതന്മാരും പാസ്റ്റർമാരും നമ്മളെ നമ്മളോട് എതിരിടുന്നവരൊക്കെ കൊണ്ടുവരുന്ന ഒരു വചനമാണ്. അവിടെ ഇങ്ങനെ എഴുതിയേക്കാണ്: ക്രൂശിൽ ദൈവം സാത്താനെ തോൽപ്പിച്ചതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ വാവ്, ശബ്ബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കാനിട വരുത്തരുത്. ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നത് മശിഹായ്ക്കുള്ളത്. ഇങ്ങനെയാണ് ഈ വാക്യം. നമുക്ക് ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് കത്തുന്നത്, ഇത് ഇരിക്കുന്നവയുടെ നിഴലത്രയെന്ന് പറഞ്ഞാൽ വരുവാനിരിക്കുന്നുണ്ട് അല്ലേ? നിത്യരാജ്യത്തിലും ഇതൊക്കെയുണ്ട്, അതിൻ്റെ നിഴലാണ് ഇപ്പോൾ ഭൂമിയിൽ. അപ്പോൾ നമുക്ക് തിരിയുന്നത് ആ ഒരൊറ്റ വാക്കെടുത്താൽ മതി, വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ. അപ്പോൾ നിത്യരാജ്യത്തിൽ വരുവാനിരിക്കുന്ന അവയുടെ നിഴലാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള വാവ്, ശബ്ബത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആചരിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ആചരിക്കാത്തവർ, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാത്തവർ അന്ന് ഞങ്ങൾ ആചരിക്കും, അന്ന് ഞങ്ങൾ ആബയുടെ കൂടെ ഒരുമിച്ച് മേശയിലിരിക്കും എന്ന് പറഞ്ഞാൽ അതിലെന്ത് ഔചിത്യമാണുള്ളതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഈ വാക്യം നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്യാം. അതായത് ഒരു പുരോഹിതന് അല്ലെങ്കിൽ ഒരു സത്യക്രിസ്ത്യാനിക്ക് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് തിരിയുന്നത് ഇങ്ങനെയാണ്: എന്താണ്? യേശുവ നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു ക്രൂശ് മരണത്തിലൂടെ. അപ്പം അതുകൊണ്ട് ശബ്ബത്ത്, വാവ്, പിന്നെ കർത്താവ് ഒഴിവാക്കാൻ പറഞ്ഞേക്കുന്ന കുറേ ഭക്ഷണ സാധനങ്ങൾ, ഉദാഹരണം പോർക്കിറച്ചിയൊക്കെ. അപ്പം അങ്ങനത്തെ ഇതൊക്കെ നീക്കിക്കളഞ്ഞു. ഇത് എല്ലാം നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണങ്ങളുടെ കൂടെ ഇതൊക്കെ നീക്കിക്കളഞ്ഞു. അപ്പം ഇതൊന്നും ഇനി വേണ്ട. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ക്രൂശിൽ മരിച്ചു, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരായി കഴിഞ്ഞു. ഒക്കെ ഇനി സ്വർഗത്തിലോട്ട് അങ്ങനെ ഉടലോടുകൂടി പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. അതിൻ്റെ ഒരു ഇതും കൂടെ ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു എന്ന് ആണ് സത്യക്രിസ്ത്യാനികളും പുരോഹിതന്മാരും പാസ്റ്റർമാരും എല്ലാം വാദിക്കുന്നവരല്ലേ. സത്യദൈവത്തെ, ഏകദൈവത്തെ കാലുമാറ്റക്കാരനാക്കിയില്ലേ. പിതാവായി വന്നപ്പോൾ പറഞ്ഞത് പുത്രനായി വന്നിട്ട് നീക്കി. അപ്പം ഇതൊക്കെയാണ് അവർക്ക് തിരിഞ്ഞത്. എന്നാൽ ഒരു ദൈവ പൈതലിന്, ഒരു ദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവസത്യങ്ങൾ തിരയുന്ന ഒരു ദൈവ പൈതലിന് ഈ വാചകം അല്ലെങ്കിൽ ഈ ദൈവവചനം വായിച്ചാൽ ഇങ്ങനെയല്ല തിരിയുന്നത്. നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്ക്. വാവ്, ശബ്ബത്ത്, ഭക്ഷണപാനീയങ്ങൾ ഇതെല്ലാം ദൈവം പറഞ്ഞ പോലെ തന്നെ ആചരിച്ചില്ലെങ്കിൽ നിന്നെ മറ്റുള്ളവർ വിധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരും നിങ്ങളെ വിധിക്കാൻ ഇടവരുത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളെ വിധിക്കാൻ ഇടയുണ്ട്, അതുകൊണ്ട് അതിന് ഇടവരുത്താതെ നിങ്ങളിതെല്ലാം കൃത്യമായിട്ട് ആചരിക്കണമെന്നാണ്. ഇതാണ് ഞങ്ങൾക്കൊക്കെ തിരിഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾ യോഹന്നാൻ 4:9 വായിച്ചു നോക്കിയിട്ടുണ്ടോ? അവിടെ നമ്മൾ ഒരു കാണാൻ പറ്റും, ശമരിയ സ്ത്രീ യേശുവായോട് ചോദിക്കുന്നുണ്ട്: നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിക്കാനായിട്ട് വെള്ളം ചോദിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ ചോദിച്ചേ? വെള്ളം ചോദിക്കുന്നുവോ എന്ന് വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് എന്താ അങ്ങനെ ചോദിച്ചേ? അതായത് അന്ന് കാലത്ത് യഹൂദന്മാർക്ക് ശമരിയക്കാരുമായിട്ട് യാതൊരു സമ്പർക്കവും പാടില്ലായിരുന്നു. അത് ദൈവത്തിൻ്റെ വചനം വളച്ചൊടിച്ച് അന്നത്തെ മനുഷ്യരുണ്ടാക്കിയൊരു നിയമമായിരുന്നു. അപ്പോൾ അതിനാലാണ് അവരോട് ദൈവം എന്ത് പറഞ്ഞത്? നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താ നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞു.
യേശുവ പറഞ്ഞു അല്ലേ, ആ വാക്കെടുത്തിട്ടാണ് ഇന്ന് ശത്രുക്കൾ വരുമ്പോഴും സാത്താൻ വരുമ്പോഴും ക്ഷമിച്ചുകൊണ്ട് തലയും കുമ്പിട്ടുകൊണ്ട് നിൽക്കുന്നത് ക്രിസ്ത്യാനികൾ, സത്യക്രിസ്ത്യാനികൾ. പക്ഷെ യേശുവ പറഞ്ഞ ബന്ധുക്കൾ അല്ലെങ്കിൽ ആരാ സഹോദരൻ എന്നുദ്ദേശിച്ചത് ആ യഹൂദന്മാർക്കിടയിൽ തന്നെ, അവർക്കിടയിൽ തന്നെ ഗോത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശത്രുക്കളായിട്ടും അവർ ശത്രുത പുലർത്തിയിരുന്നു. അപ്പം അതുകൊണ്ടാണ് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം എന്ന് ആത്മീയ സഹോദരൻ ഉദ്ദേശിച്ചിട്ടാണ് ദൈവം യേശുവ എന്ന് പറഞ്ഞത്. മനസ്സിലായി? അപ്പം അത് പ്രാക്ടിക്കലായിട്ട് യേശുവ കാണിച്ചു കൊടുക്കുക ചെയ്തത് ഈ പ്രവൃത്തിയിലൂടെ, ശമരിയക്കാരിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചതിലൂടെ. ഇതുമായിട്ട് റിലേറ്റഡ് അല്ല, ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ശമരിയക്കാരി ചോദിച്ചത്, നീ യഹൂദനായിരിക്കേ ശമരിയക്കാരിയായ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നുവോ അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത്, ചെയ്യേണ്ട കാര്യം അത് ചെയ്തില്ല എങ്കിൽ കുറ്റം വിധിക്കും മനുഷ്യർ. അപ്പോൾ യഹൂദര് ശമരിയക്കാരുമായിട്ട് സമ്പർക്കമില്ലാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നു അന്ന്. അപ്പോൾ ആ സമയത്ത് യഹൂദനായ യേശുവ ശമരിയക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചപ്പോൾ മറ്റുള്ള മനുഷ്യർ യേശുവായെ വിധിക്കുമല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ശമരിയക്കാരി വിധിച്ചതാണ് യേശുവായെ, നീ യഹൂദനല്ലേ, എങ്ങനെ നീ എന്നിൽ നിന്ന് വെള്ളം കുടിക്കും? അത് നിയമമല്ലേ, അപ്പോൾ അത് കുടിക്കാൻ പാടുണ്ടോ? അപ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വിധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് വാവ്, ശബത്ത് എന്നിവ ആചരിക്കാതിരുന്നാൽ യഹൂദനെ മറ്റുള്ളവർ വിധിക്കും എന്നാണ് പൗലോസ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മോടും പൗലോസ്ലീഹ അത് തന്നെയാണ് പറയുന്നത്. അതായത് യഹൂദനെ പിൻചെല്ലുന്നവരാണല്ലേ നമ്മൾ, അതായത് യേശുവായെ അനുകരിക്കുന്നവർ അല്ലേ? അപ്പോൾ നമ്മളും ഇത് ആചരിക്കണ്ടേ? നമ്മളിത് ആചരിച്ചില്ലെങ്കിൽ നമ്മളെയും വിധിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ യഹൂദരല്ലല്ലോ, ഞങ്ങൾ ജാതികളാണല്ലോ എന്ന്. അവസരത്തിനൊത്ത് കാലുമാറരുത് ക്രിസ്ത്യാനിയെ. നാഴികയ്ക്ക് 40 വട്ടവും നിങ്ങൾ എന്താ പറയണേ? ഇസ്രായേൽക്കാർ എന്ന് ബൈബിളിൽ പറയണത് ഞങ്ങളെ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് അല്ലേ? ഇസ്രായേൽക്കാർ ഞങ്ങളാണ്, അവരല്ല എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽക്കാരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ ആചരിക്കണമെന്നാണ് പൗലോസ്ലീഹ ഉദ്ദേശിച്ചത്. പൗലോസ്ലീഹ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അഗ്രഗണ്യനാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഹൈ ലെവലിൽ നിന്നിട്ടാണ് പൗലോസ്ലീഹ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ അത് ഗ്രഹിക്കാനായിട്ട് കുറച്ച് പാടുപെടും, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ദൈവാത്മാവിനാൽ നയിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ ശബത്തൊക്കെ വാവൊക്കെ ആചരിച്ച് പോരാനും പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇതെല്ലാം ആചരിച്ച് പോരുമ്പോൾ, ദൈവാത്മാവിനാൽ നാം ഇത് മനസ്സിലാക്കി ആചരിച്ച് പോരുമ്പോൾ, ഈ വചനം കയ്യിൽ വെച്ചിട്ട് നാശത്തിനായി കോട്ടിക്കളയുന്ന പാസ്റ്റർമാരെ എന്ന് തന്നെ എനിക്ക് വിളിക്കേണ്ടി വരും. കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാസ്റ്റർമാരെ പറ്റി ഇതിന് തൊട്ട് താഴെ പറയുന്നുണ്ട്, ഈ വചനത്തിന് തന്നെ തൊട്ട് താഴെ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2:17 മുതൽ വായിച്ചു നോക്ക്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും, അതായത് അവർ തന്നെ ദർശനങ്ങൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇതാണ് ശരി എന്നിട്ട് വെറുതെ ചീർക്കും. ജഡമനസ്സാൽ വെറുതെ ചീർക്കും. ജഡമനസ്സാൽ, മനസ്സിലായോ? തലയെ മുറുകെ പിടിക്കില്ല. എന്നിട്ട് അവർ വന്ന് നിങ്ങളുടെ വിരുത് തെറ്റിക്കരുതെന്ന് വാണിംഗ് തരാണ് പൗലോസ്ലീഹ. അപ്പോൾ തല ആരാ? തലയെ മുറുകെ പിടിക്കാത്തവരാണ് അവർ. നമുക്ക് മനസ്സിലായി. തല ആരാ? ശിരസ് ആരാ? തലയിൽ നിന്നാണല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും നരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീകരിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നതെന്ന് അവിടെ കൊടുത്തേക്കണേ. തലയിൽ നിന്നാണ് നമുക്ക് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. അപ്പോൾ തലയെ മുറുകെ പിടിച്ചില്ലെങ്കിൽ കട്ടപ്പോക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾ പറയൂ, ആരാണ് തല? നമുക്കറിയാലോ, ഇവിടെ പറയുന്ന തല യേശുവായാണ്. സഭയുടെ ശിരസ് യേശുവ അല്ലേ? അതെല്ലാവർക്കും അറിയാം.
അപ്പോൾ ശിരസ്സാകുന്ന യേശുവ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ മുകളിലെ വചനം എന്ന് പറയുന്നത്. യേശുവ പൗലോസ്ലീഹയിലൂടെ വാവ്, ശബത്ത് എന്നിവ നിങ്ങൾ ആചരിക്കണം, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശിരസ്സായി യേശുവ പറഞ്ഞത് അനുസരിക്കാതെ എങ്ങനെ ദൈവികമായ വളർച്ച നിങ്ങൾ പ്രാപിക്കും? മനസ്സിലായോ? ഇത് പൗലോസ്ലീഹ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ചോദിച്ചതല്ല. തലയെ മുറുകെ പിടിക്കാതെ, തല പറയുന്നതൊന്നും അനുസരിക്കാതെ നിങ്ങൾ എങ്ങനെ വളർച്ച പ്രാപിക്കുന്ന പൗലോസ്ലീഹ ചോദിക്കണേ. തലയെ മുറുകെ പിടിക്കാത്തവര് ആരും വന്ന് നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്ന് നമ്മെ പോലുള്ളവർക്ക് വാണിംഗ് തരാണ്. ഇതുപോലെ വചനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ അർത്ഥമൊക്കെ മാറ്റി തെറ്റായ രീതിയിൽ പറയുമ്പോൾ നിങ്ങളുടെ വിരുദ്ധ തെറ്റിപ്പോകല്ലേ എന്ന് പൗലോസ്ലീഹ വാണിംഗ് തരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശബത്ത് ആചരിക്കാതിരിക്കാനായിട്ട് അവർ കൊണ്ടുവരുന്ന ഓരോ വാക്യങ്ങളും നമുക്കൊക്കെ തിരിയുന്നത് ഇങ്ങനെയാണ്, പക്ഷെ അവർക്ക് നേരെ ഓപ്പോസിറ്റായിട്ടാണ് തിരിയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവവചനത്തോട് ആർത്തിയുള്ള മക്കൾക്ക് മാത്രമേ ദൈവവചനത്തിൻ്റെ മർമ്മം ദൈവം വെളിവാക്കി കൊടുക്കുകയുള്ളൂ. ഈ അന്ത്യകാലത്ത് ദൈവം തനിക്കുള്ളതിനെ മാത്രം വേർതിരിക്കുന്ന ഒരു സമയമാണ്. ശബത്ത് ആചരിക്കുന്ന എല്ലാവരെയും ദൈവം തന്നോടുകൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ അജ്ഞതയിലാക്കി ആക്കിയതാരാ? ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, അല്ലേ? അവൻ്റെ പേര് സാമേൽ എന്നാണ്, അല്ലേ? യഥാർത്ഥ പേര് അങ്ങനെയാണ്. അപ്പോൾ വെളിപാട് 1:3 വായിച്ചാൽ, സത്യത്തിൻ്റെ ഈ പ്രവചനങ്ങൾ കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ശബത്ത് എന്ന ദൈവത്തിൻ്റെ അടയാളമേറ്റ് ദൈവത്തിനായി മാറ്റി നിർത്തിയിരിക്കുന്ന നിങ്ങൾ ദൈവവചനത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോയി കർത്താവിൻ്റെ സ്നേഹം രുചിച്ച് അറിയുക. ശബത്ത് ധരിച്ചവരെ സാത്താന് തൊടാൻ പറ്റില്ല. കാരണം എന്താ? ദൈവം നിന്റെ മേലിട്ടിരിക്കുന്ന അടയാളമാണ് ശബത്ത്. അപ്പം ഇങ്ങനെ ശബത്തിലൂടെ ദൈവസ്നേഹം രുചിച്ചറിയാനായിട്ട് കഴിഞ്ഞതിൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്ദി പറയണം. അപ്പോൾ ഒരിക്കൽ കൂടി ദൈവത്തിനായിട്ട് മാറ്റിവെക്കപ്പെട്ടവരെ ശബ്ബാത്ത് ശലോം. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സാമർത്ഥ്യമുള്ള ഭാര്യയെ കുറിച്ചാണ്. ആരാണ് സാമർത്ഥ്യമുള്ള ഭാര്യ? ബൈബിളിൽ പല യഹൂദ സ്ത്രീകളെയും അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത മറ്റു പല സ്ത്രീകളും, ജാതികളായാലും സ്ത്രീകളെ ഓരോരുത്തരെയും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം മിണ്ടാപ്പാവകളായിട്ടിരുന്ന സ്ത്രീകളെയല്ല, സാമർത്ഥ്യമുള്ളതായിരുന്നല്ലേ. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് ലഭിക്കും? അവരുടെ വില മുത്തുകളിലുമേറും, അല്ലേ? അപ്പം സാമർത്ഥ്യമുള്ള ഭാര്യ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് ബൈബിളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എന്താണ്? അതാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ബൈബിളിൽ കുറേ കഥാപാത്രങ്ങൾ അങ്ങനെ ഉണ്ട്. അതിൽ കുറച്ച് ഞാൻ പറയാം. അതായത് എസ്തേർ, സിപ്പോറ, ബത്ശബ, റൂത്ത്, രാഹാബ്, ദെബോറ എന്ന് വേണ്ട പലരുടെയും ജീവചരിത്രം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്കെല്ലാം സാമർത്ഥ്യമുണ്ട്. എന്നെ കേൾക്കുന്ന സ്ത്രീ സമൂഹമേ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സാമർത്ഥ്യം എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട് കേട്ടോ. ദൈവസന്നിധിയിൽ ഉള്ള സാമർത്ഥ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വീട്ടിൽ കാണിക്കുന്ന സാമർത്ഥ്യം, മറ്റുള്ള ലൗകിക കാര്യങ്ങൾക്കുള്ള സാമർത്ഥ്യമോ ജഡത്തിൻ്റെ കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള സാമർത്ഥ്യമൊന്നുമല്ല. ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെയാണ് ഈ സ്ത്രീകളെല്ലാം സാമർത്ഥ്യം കാണിച്ച് അതിന് ബുദ്ധി അത്യാവശ്യമാണ്, വിവേകം അത്യാവശ്യമാണ്, അതിനേക്കാളെല്ലാം ഉപരി ദൈവഭക്തി അത്യാവശ്യമാണ്. അപ്പോൾ സദൃശ്യവാക്യങ്ങൾ 31:10 വായിക്കുമ്പോൾ ശബത്തിന് നമ്മൾ എല്ലാ പ്രാവശ്യം വായിക്കും അല്ലേ? സാമർത്ഥ്യമുള്ള ഭാര്യയുടെ വില മുത്തുകളിലും ഏറുമെന്നാണ് അല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മുത്തുകളിലും വിലയേറിയ കുറേ സ്വഭാവ മഹിമകൾ ആ ഭാര്യയ്ക്ക് വേണം, സ്ത്രീക്ക് വേണം അല്ലേ? അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് സദൃശ്യവാക്യങ്ങൾ 31:13 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു സ്ത്രീയെ മുത്തുകളിലും വിലയേറിയതായിട്ട് കാണിക്കുന്നത് അവളുടെ അധ്വാനം, ജ്ഞാനം, കുടുംബ പരിപാലനം, ദരിദ്രരോടുള്ള കരുണ, കഠിനാധ്വാനം. അപ്പം ഇതൊക്കെയാണ്. മാത്രമല്ല സാമർത്ഥ്യമുള്ള ഭാര്യ ഭർത്താവിൻ്റെ കിരീടമാണെന്നും അവിടെ എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ ഭാര്യ എന്ന നിലയ്ക്ക് ഈ സ്വഭാവ മഹിമകളൊക്കെ ഉണ്ടായാലും അത് അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഭർത്താവായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ചില ഭാര്യമാർ ഇതുമാതിരി സാമർത്ഥ്യമുള്ളവരായിരിക്കും, പക്ഷേ ഭർത്താവിന് ഭാര്യയെ ഒരു വിലയും കാണില്ല. ഭർത്താവ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല.
അപ്പോൾ അങ്ങനെയുള്ള ഭർത്താവിനോട് അതനുസരിച്ചിട്ടുള്ള സാമർത്ഥ്യം നമ്മൾ കാണിക്കണം കേട്ടോ. ഞാൻ എത്ര ഉദ്ദേശിച്ചുള്ളൂ. ഒരു താരതമ്യ പഠനത്തിനായിട്ട് മുതിരുകയൊന്നുമല്ല. ബൈബിളിലെ ചില ഉദാഹരണങ്ങൾ നോക്കി നമ്മളും അങ്ങനെ ആകാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ മേൽ പറഞ്ഞ ഓരോരുത്തരെയും ഞാൻ വിശദീകരിച്ച് തരാം, ഓരോരുത്തരുടെയും എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ ബൈബിളിൽ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കും ഒരു ബലവും ധൈര്യവും ഒക്കെ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എസ്തേറിനെ നോക്കാം അല്ലേ. യഹൂദയായ എസ്തേർ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കഥയൊക്കെ നമുക്ക് അറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ യഹൂദന്മാർ ഏത് സന്ദർഭത്തിലാണ് അവർ സാമർത്ഥ്യരായിട്ട് കാണപ്പെട്ടെ, ആ ഒരു ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാണ്ട് കഥയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എസ്തേർ എങ്ങനെയാണ് സാമർത്ഥ്യമുള്ളതായിട്ട് കണ്ടതെന്ന്, അതായത് യഹൂദന്മാരെ നശിപ്പിക്കാനുള്ള ഹാമാന്റെ പദ്ധതി അറിഞ്ഞപ്പോൾ സ്വന്തം ജീവൻ അപകടത്തിലാകാമെന്ന് അറിഞ്ഞിട്ടും അവൾ രാജസന്നിധിയിൽ ചെല്ലാനുള്ള ധൈര്യം കാണിച്ചു. തൻ്റെ ജനത്തോടൊപ്പം ഉപവസിച്ചും പ്രാർത്ഥിച്ചു അവള്. ഇനി വിവേകത്തോടെ രാജാവിനും ഹാമാനും അവള് വിരുന്നൊരുക്കി, ബുദ്ധി കാണിച്ചു അല്ലേ. അത് ശരിയായ സമയത്ത് സത്യം അങ്ങോട്ട് വെളിപ്പെടുത്തി. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഹാമാനെ കൊല്ലാനും യഹൂദ ജനതയെ രക്ഷിക്കാൻ അവൾക്ക് സാധിച്ചു. നേരെ ഓപ്പോസിറ്റായിട്ട് നാണയം അങ്ങനെ മറക്കണ പാരി അല്ലേ. എന്ത് അത്ഭുതം അവിടെ നടന്നത്. അപ്പം നിങ്ങളിത് ശരിക്കുള്ള കഥ വായിച്ചാൽ ഞാൻ ഈ പറയണത് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഈ എസ്തേറിൻ്റെ കഥ എടുത്ത് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എസ്തേറിനില്ലേ. ദൈവഭക്തി, വിവേകം, ധൈര്യം, മറ്റുള്ളവരോടുള്ള കരുണ, ജ്ഞാനം അല്ലേ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വാക്യമുണ്ട്. എസ്തർ പറയുന്നുണ്ട്, ഞാൻ നശിക്കേണ്ടി വന്നാൽ നശിക്കട്ടെ. അപ്പോൾ ഇത് കാണിക്കുന്നത് എസ്തറിൻ്റെ ധൈര്യം, വിശ്വാസം, സാമർത്ഥ്യം എന്നിവയ്ക്കൊക്കെയുള്ള ഒരു തെളിവാണ് എസ്തറിൻ്റെ കഥയിൽ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആണ് എസ്തറിൻ്റെ സാമർത്ഥ്യം നമുക്കവിടെ വെളിവായത്. പിന്നെ നെക്സ്റ്റ് സിപ്പോറ യഹൂദയായിരുന്നില്ല, പക്ഷെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു. അതായത് പുറപ്പാട് വായിച്ചാൽ അറിയാൻ പറ്റും, മോശയുടെ ഭാര്യയായിരുന്നു അല്ലേ സിപ്പോറ. അവള് നമ്മളെ തുടക്കം തന്നെ അവളെ പരിചയപ്പെടുന്നത് അവള് വീട്ടിലിരുന്ന് പാചകം ചെയ്ത് വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടല്ല. അവള് ആടുകളെ മേയ്ക്കാൻ പോകുന്ന, ജോലി ചെയ്യുന്ന ഒരു സാമർത്ഥ്യമുള്ള ഒരു സ്ത്രീ തന്നെയായിരുന്നു. പിന്നീട് കർത്താവിൽ നിന്നൊരു ജോലി കിട്ടിയപ്പോൾ ധൈര്യപൂർവ്വം അവനെ യാത്രയാക്കി. ഒരു നീണ്ട കാലം സിപ്പോറയ്ക്ക് മക്കൾക്കും മോശയുമായിട്ട് പിരിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് മക്കളെ കാത്തു സൂക്ഷിക്കാനായിട്ട് മോശയുടെ സഹായമില്ലാതെ സിപ്പോറയ്ക്ക് നിൽക്കേണ്ടി വന്നു അല്ലേ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സിപ്പോറ സാമർത്ഥ്യമുള്ള സ്ത്രീയായിട്ട് കാണപ്പെട്ടത് അവളുടെ വേഗത്തിലുള്ള വിവേകപൂർണമായ തീരുമാനവും കുടുംബത്തെ പ്രവർത്തിച്ച ഒരു പ്രവൃത്തിയും കൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കത്തിക്കാണു അല്ലേ. അതായത് പുറപ്പാട് 4:24 മുതൽ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവം മോശയോട് കോപിച്ചപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ, അപ്പോൾ സിപ്പോറ സാഹചര്യം മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ വിവേകത്തോടും ധൈര്യത്തോടെയും ദൈവകൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ച് തൻ്റെ കുടുംബത്തെ രക്ഷിച്ചു. അതായത് മോശ തൻ്റെ മകന് പരിച്ഛേദന കർമ്മം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ദൈവം കോപിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാലിലിട്ടിട്ട്, നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. അപ്പം അതിലൂടെ മോശയുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു അല്ലേ. അപ്പോൾ പെട്ടെന്ന് വിവേകത്തോടു കൂടി ആ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കി അത് ചെയ്യാനുള്ള ആ ധൈര്യം, ആ ഒരു സാമർത്ഥ്യം ആ സാഹചര്യത്തിലാണ് വെളിവായത്. പിന്നെ ഭർത്താവിന് ദൈവത്തോടുള്ള ആ പ്രതിബദ്ധത, അത് പാലിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ കൂട്ടുനിന്നു ഭർത്താവിന്. ഇന്ന് കാലത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭാര്യമാർ വിട്ടുകൊടുക്കോ, എൻ്റെ മക്കളുടെയും കാര്യം കഴിഞ്ഞിട്ട് മതി ഏത് കർത്താവ് എന്ന് പറയൂലേ. പക്ഷെ സ്വന്തം ഭർത്താവിനെ വിട്ടുകൊടുത്ത് വർഷങ്ങളോളം ഭർത്താവിനെ പിരിഞ്ഞ് കഴിയേണ്ടി വന്നു. അതായത് മക്കളും അമ്മയും ഒരു സ്ഥലത്ത്, ഭർത്താവ് വേറെ സ്ഥലത്ത്, അവിടെ ഇരുന്ന് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നു. അത് നമുക്ക് പുറപ്പാട് 18:2 വായിച്ചാൽ അറിയാം. വീണ്ടും ഭർത്താവിൻ്റെ അടുക്കിലേക്ക് അമ്മായിയപ്പനായ ജത്രോ കൊണ്ട് ആക്കുന്നുണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളെയും. അപ്പോൾ അങ്ങനെ പിന്നീട് ബാക്കിയുള്ള കാലം ഭർത്താവിനോടും അവൻ്റെ ആളുകളോടും യഹൂദന്മാരോടും ഒക്കെ കൂടെ ദൈവകൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു സിപ്പോറ. അപ്പോൾ ഇതാണ് സിപ്പോറ. അപ്പോൾ സിപ്പോറ സാമർത്ഥ്യം കാണിച്ചത് ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കാണിച്ച വിവേകപൂർണമായ പ്രവൃത്തിയിലൂടെയാണ്. ഇനി
ബത്ശേബ. ബത്ശേബ ദാവീദിൻ്റെ ഭാര്യയായിരുന്നു അല്ലേ, അത് നമുക്കറിയാം. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കൊന്നും പോകില്ല, നമുക്കൊക്കെ അതിൻ്റെ കഥകൾ അറിയാം. സാമർത്ഥ്യം കാണിച്ച ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവൾ സാമർത്ഥ്യം കാണിച്ചത് 1 രാജാക്കന്മാർ 1-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. ബത്ശേബ വളരെ വിവേകത്തോടും ജ്ഞാനത്തോടും കൂടെ പ്രവർത്തിച്ചത് നാഥാൻ പ്രവാചകൻ നൽകിയ ഉപദേശം സ്വീകരിച്ചിട്ടാണ്. ആ ശരിയായ സമയത്ത് തൻ്റെ ദാവീദിനെ സമീപിച്ച് സിംഹാസനാവകാശത്തെക്കുറിച്ചുള്ള വാഗ്ദാനം ഓർമ്മിപ്പിച്ചു. രാജാവിനോട് ആദരവോടും ജ്ഞാനത്തോടെയൊക്കെ സംസാരിച്ചു. വികാരാധീനനായിട്ടല്ല, മീൻസ് അങ്ങനെ അങ്ങോട്ട് അല്ല ആ ഒരു വിഷയം എടുത്തിട്ടത്, വിവേകത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ശലോമോൻ രാജാവായത്. മാത്രമല്ല രാജ്യത്തിൽ കലഹം ഒഴിവാക്കാനായിട്ട് ഈ ബുദ്ധി സഹായിച്ചു. സോളമനാണല്ലോ പിന്നെ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കിയതും. ആ കറക്റ്റ് സമയത്ത് ബത്ശേബ അവന് അങ്ങനെ എന്താ പറയുക പ്രവർത്തിച്ചത് കൊണ്ടാണ് മകനായ സോളമന് രാജാവാൻ പറ്റിയതും ആ രാജ്യത്ത് കലഹം ഒഴിവാക്കാൻ പറ്റിയതും ദാവീദിൻ്റെ ആഗ്രഹമായിരുന്നു അല്ലേ, അപ്പോൾ ആ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റിയതും എല്ലാം ആ സമയത്താണ് ആ സാമർത്ഥ്യം കാണിച്ചത്. അത് കണ്ടിട്ടാണ് സോളമൻ സദൃശ്യവാക്യങ്ങൾ 31:10 സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും, അവളുടെ വില മുത്തുകളിലും ഏറുമെന്ന് അമ്മയെ പറ്റിയ പറഞ്ഞത്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ബത്ശേബ സാമർത്ഥ്യം കാണിച്ചത്. നെക്സ്റ്റ് റൂത്തിലും കാണപ്പെട്ടത് ഈ പൊതു സ്വഭാവം തന്നെയായിരുന്നു. വിശ്വസ്തത, അധ്വാനം, വിനയം, വിവേകം, ധൈര്യം. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദൈവഭക്തി. മനസ്സിലായോ? അതായത് യഹൂദന്മാരുടെ ദൈവമാണ് എൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം. അതായത് ഭർത്താവ് മരിച്ച ശേഷവും അമ്മായിയമ്മയെ ഉപേക്ഷിക്കാതെ എന്താ പറഞ്ഞത്, നീ പോകുന്നിടത്ത് ഞാനും വരും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഈ ഒരു വാചകത്തിൻ്റെ പേരിലാണ് റൂത്ത് അറിയപ്പെടുന്നത് അല്ലേ. അപ്പം അത്ര വിശ്വസ്തത റൂത്ത് കാണിച്ചു. ആ വാക്കിനാൽ ദൈവം യഹൂദയല്ലായിരുന്നിട്ട് കൂടി അവളെ തിരഞ്ഞെടുത്തിട്ട് കർത്താവിൻ്റെ തലമുറയിലേക്ക്, യേശുവായുടെ ജനിക്കാനുള്ള തലമുറയിലേക്ക് അവളെയും കൂടെ ഉൾപ്പെടുത്തി. പിന്നെ അവള് കുടുംബത്തെ പോറ്റാനായിട്ട് കതിർ പെറുക്കാൻ പോയല്ലേ, വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയെ ആയിരുന്നില്ല, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പിന്നെ വിനയമായിക്കോട്ടെ, ധൈര്യം, വിവേകം, ഇതെല്ലാം അവളിൽ കണ്ടു. നവോമിയുടെ ഉപദേശം അനുസരിച്ചിട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ അവൾക്ക് പറ്റി. പ്രധാനമായിട്ടും പറയേണ്ടത് അവൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ള വാക്കാണ്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബോവസ് റൂത്തിനോട് പറയുന്നുണ്ട്, റൂത്ത് 3:11 നീ ഉത്തമയായ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാമെന്ന്. അപ്പം അവളുടെ ആ ദൈവഭക്തി, അവളെയും ദൈവം തൻ്റെ തലമുറയിലേക്ക് ചേർത്തു എന്നുള്ള ആ സ്നേഹം. അപ്പോൾ സാമർത്ഥ്യം കാണിച്ചതാണ് ഞാൻ പറഞ്ഞു വന്നത്. റൂത്തിൻ്റെ സാമർത്ഥ്യം ഇങ്ങനെയായിരുന്നു. ഇനി റാഹാബും സാമർത്ഥ്യമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് കാണപ്പെട്ടത്. അതെങ്ങനെയാ? അവളുടെ വിശ്വാസം, ധൈര്യം, വിവേകം, ശരിയായ തീരുമാനം എന്നിവ കൊണ്ടൊക്കെയാണ്. ഇസ്രായേലിൻ്റെ ദൈവമാണ് സത്യദൈവം എന്ന് അവൾ മനസ്സിലാക്കി അവളത് ഏറ്റു പറഞ്ഞു. സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും ഇസ്രായേൽ ചാരന്മാരെ അവൾ ഒളിപ്പിച്ച് രക്ഷിച്ചു. ചാരന്മാരായ ഇസ്രായേൽക്കാരെ സുരക്ഷിതമായിട്ട് നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കുകയും തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അപ്പോൾ അത് നമുക്ക് ആ കഥ വായിച്ചാൽ അറിയാം അല്ലേ. ചുവന്ന ചരട് ജനാലയിൽ കൂടി കെട്ടിയിട്ട് അതൊക്കെ അവിടെ ബുദ്ധിയാണ് കാണിക്കുന്നത്. ബുദ്ധിപൂർവം ജ്ഞാനം ഉപയോഗിച്ച് അവള് കുടുംബത്തെ രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പം അതിനാൽ പുതിയ നിയമത്തിൽ പോലും അവളെപ്പറ്റി ഓർക്കുന്നുണ്ടെന്നേ. അതായത് ഹെബ്രായർക്കെതിരെ ലേഖനം 11:37 വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതിരുന്നു. ഒന്ന് ഓർത്തു നോക്കി. യാക്കോബ് 2:25 വീണ്ടും റാഹാബ് എന്ന വേശ്യ ദൂതരെ കൈകൊണ്ട് വേറെ വഴിക്ക് പറഞ്ഞയച്ച് വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിച്ചു, നീതീകരിക്കപ്പെട്ടു. എന്നിട്ട് അവിടെ പറയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്.
മനസ്സിലായോ? പ്രവൃത്തി ഇല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അത് വെറും നിർജീവമാണ്. വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ സ്ത്രീകളൊക്കെ വിശ്വാസം പ്രവൃത്തിയിൽ തെളിയിച്ച സ്ത്രീകളാണ്, തെളിയിച്ചവരായിരുന്നു. അപ്പോ അവർക്ക് എന്ത് കിട്ടി? യഹൂദരല്ലായിരുന്നിട്ട് കൂടി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. സിപ്പോറ, റൂത്ത്, റാഹാബ്, അല്ലേ? അവരൊന്നും യഹൂദരല്ലായിരുന്നു, പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത് അതിൽ റാഹാബ്, റൂത്ത് എന്നിവരെയൊക്കെ എന്താ പറയുക, പിന്നെ ബത്ശബ, അവരെയൊക്കെ യേശുവായുടെ വംശാവലിയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് ഭൂമിയിൽ വന്ന് പിറക്കാനായിട്ട് അവരെ കൂടെ ഉപയോഗിച്ചു. അവരിലൂടെ തലമുറയുണ്ടാക്കി ദൈവം ലക്ഷ്യം നേടി. അപ്പോൾ ദൈവത്തിന് വേണ്ടി പടപൊരുതിയവരാണ് അവരെന്ന് ചുരുക്കം. മനസ്സിലായോ? ഇനിയുണ്ട് കുറെ പേര്. ദെബോറ ഇസ്രായേലിന്റെ ന്യായാധിപതിയായിരുന്നു, അല്ലേ? പ്രവാചികയായിരുന്നു. ജ്ഞാനത്തോടെ ജനത്തെ നയിക്കുകയും യുദ്ധത്തിൽ ധൈര്യം പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തു. പിന്നാരാ? അബിഗായില് ദാവീദിന്റെ ഭാര്യ. അതായത് വിവേകത്തോടെ പ്രവർത്തിച്ച് 1 ശമൂവേൽ അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ദാവീദ് പ്രതികാരം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അത് ജ്ഞാനം ഉപയോഗിച്ചിട്ട്, അവളുടെ ജ്ഞാനം ദാവീദ് തന്നെ പ്രശംസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്. പിന്നെ ഹന്ന പ്രാർത്ഥനയിലും ദൈവവിശ്വാസത്തിലൊക്കെ മാതൃകയാക്കിയിട്ട് സ്വന്തം മകനെ, ദൈവം കൊടുത്ത ഒരേ ഒരു മകനെ, അത് ദൈവത്തിന് സ്വയം സമർപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചു, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം മാതൃകയാക്കിക്കൊണ്ട് നാം ദൈവസന്നിധിയിൽ സാമർഥ്യമുള്ളതാകണം. അല്ലാതെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം കാണിച്ച് ദൈവത്തിന് അപമാനമാകരുത്. വായിൽ തണുപ്പും ചൂടും ഇല്ലാത്തവനെ തുപ്പിക്കളയെന്നാണ് പറയണത്, അല്ലേ? അതായത് വ്യക്തമായിട്ട് പറഞ്ഞ വെളിപാട് 3:15 പറയാണ്, പ്രവൃത്തിയിൽ ഉഷ്ണവാനോ ശീതവാനോ അല്ലാതെ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ വായിൽ നിന്ന് തുപ്പിക്കളയുന്ന കർത്താവ് പറയണേ. അപ്പോൾ അതുകൊണ്ട് സാമർത്ഥ്യം കാണിച്ചേ പറ്റൂ മക്കളെ. നമുക്ക് ഉണ്ടാവേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയാ? ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വിശ്വസ്തത, അധ്വാനം, വിനയം, വിവേകം, ജ്ഞാനം, ധൈര്യം, ദൈവഭക്തി. സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ, ഇതൊക്കെ പുരുഷന്മാർക്കും ഉള്ളതാണ്. ഈ സ്ത്രീകളെല്ലാം പുരുഷാത്മാക്കളാണല്ലേ? സ്വർഗത്തിൽ നമ്മളെല്ലാം പുരുഷാത്മാക്കൾ തന്നെയാണ് എല്ലാവരും. ഇവിടെയാണ് നമ്മൾ സ്ത്രീകളായിരിക്കുന്നതേ ഉള്ളൂ, അല്ല ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം ഇല്ല, ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന സ്ത്രീകളോട് ഞാൻ പ്രത്യേകമായിട്ട് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ കേൾക്കുന്ന പുരുഷന്മാർക്കും വേണ്ട വിശേഷണങ്ങൾ ഇതൊക്കെയാണ്. ദൈവത്തിൻ്റെ അടുത്തുള്ള വിശ്വസ്തത, അധ്വാനം, വിനയം, വിവേകം, ജ്ഞാനം, ധൈര്യം, പ്രത്യേകിച്ചും ദൈവഭക്തി. അപ്പോൾ 7-ാം ദിവസം ശബത്ത് ആചരിക്കുമ്പോൾ ഈ 7 ഗുണങ്ങളും, ഞാൻ ഈ പറഞ്ഞത് 7 ഗുണങ്ങളുണ്ട്, ആ 7 ഗുണങ്ങളും കാത്തു സൂക്ഷിക്കാനായിട്ട് എൻ്റെ എല്ലാ സഹോദരർക്കും സാധിക്കട്ടെ. ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി പടപൊരുതേണ്ട സമയമാണ് കേട്ടോ. അല്ലാണ്ട് അയ്യോ വയ്യ എന്നൊന്നും കളിക്കാൻ ഇനി സമയമില്ല. ഓടുന്നവന് മാത്രമാണ് വിരുദ് ലഭിക്കുന്നത്. മനസ്സിലായ? അതായത് ഓട്ടക്കാർ കുറേ ഉണ്ടെങ്കിലും ജയിക്കുന്നത് ഒരുവൻ മാത്രമാണ്, അല്ലാത്തവനൊക്കെ പുറന്തള്ളപ്പെടും. ഒരു പ്രാവശ്യം പോലും വീഴാൻ നിങ്ങൾ അനുവദിക്കരുത്. വീണു കഴിഞ്ഞാൽ, വീണെന്ന് തോന്നിയ ഉടനടി എഴുന്നേറ്റോ ഓടിക്കോ, പൂർവാധിക ശക്തിയോടുകൂടെ ഓടിക്കോ. വീഴാൻ ശ്രമിക്കാതിരിക്കണം, വീഴാതിരിക്കാൻ ശ്രമിക്കണം. വീണ് എന്ന് തോന്നിയ ഉടനടി എഴുന്നേക്കാം, വീണ്ടും വളരെ ശക്തിയോടുകൂടെ തന്നെ ഓടാം. അപ്പോൾ എഴുന്നേറ്റ് പൂർവാധികം ശക്തിയോടുകൂടി ഓടുക. മത്സരിക്കുന്നവർ അനേകരാണെങ്കിലും സമ്മാനം കിട്ടുന്നത് ഒരുവനാണെന്ന് 1 കൊരിന്ത്യർ 9:24 പറയുന്നുണ്ട്. എന്ത്? ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുണ്ടെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. ഈ ഓട്ടം എന്ന് പറയുന്നത്, ഓട്ട മത്സരം എന്ന് പറയുന്നത് ആത്മീയ ഓട്ടത്തെക്കുറിച്ചാണല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷീണിക്കാതെ ആത്മീയ ഓട്ടമോടി ആത്മാവിനെ ജീവനുള്ളതാക്കി നിത്യരാജ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിക്കുവിൻ. ആത്മാവിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എല്ലാവരും സൗഖ്യമായിട്ടിരിക്കണം. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ അവനോട് തന്നെ ചോദിക്കണം, ഞാൻ ആത്മാവിൽ ക്ഷേമമായിരിക്കുന്നുവോ? ആബയോട് പ്രാർത്ഥിക്കണം, ആബ ഇന്ന് ആത്മാവിനാൽ ഹാപ്പി ആയിട്ടിരിക്കാൻ എനിക്ക് സാധിക്കണേ, ആത്മാവിന് ഫുഡ് കൊടുക്കാൻ എനിക്ക് പറ്റണേ. നമ്മളെല്ലാവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നവരാണ്. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശബാത്ത് ശലോം. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഹീബ്രു വേർഡ് സദൃശവാക്യത്തിൽ 31:10 നമ്മൾ സാമർത്ഥ്യമുള്ള ഭാര്യ. അപ്പോൾ ആ വാക്ക് ഹീബ്രുവിൽ എന്താ പറയാന്നാണ്.
എഷേദ് ഗായ് ഇൽ എന്നാണ് പറയണേ. അതായത് ESHET, എഷേദ്, CHAYIL, ഗായിൽ. അങ്ങനെയാണ് ഹീബ്രുവിൽ സാമർഥ്യമുള്ള ഭാര്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോദ റബ്ബ, ശബാത് ശലോം, തോദ.